എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഞാൻ കുറച്ച് സവാളയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയാണ് അടുത്തതായിട്ട് ചേർക്കാനുള്ളത്. അപ്പോൾ മല്ലിയിലയൊക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഇത് ഒരു ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 3 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ താല്പര്യമാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുട്ടയുടെ കൂട്ടിലേക്ക് ഈ ബ്രെഡ് സ്ലൈസ് ഒന്ന് വെച്ചിട്ട് 2 വശവും ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കണം. ഇത് കൂടുതൽ സമയം മുട്ടയുടെ കൂട്ടിൽ ഇങ്ങനെ ഇട്ട് വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ബ്രെഡൊക്കെ കുതിർന്നു പോകും. ഞാനിത് പാനിലേക്ക് മാറ്റിയ ശേഷം ഇതുപോലെ മുട്ടയുടെ കൂട്ട് സവാളയും പച്ചമുളകും ആ ഒരു മല്ലിയിലയൊക്കെ ചേർത്തിട്ട് ഒന്ന് അല്പം വീതം ഒന്ന് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മൊരിയിച്ചെടുക്കാനായിട്ട്. തീ കൂട്ടി വെക്കരുത്. അല്പസമയത്തിന് ശേഷം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ 2 വശവും കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇതിപ്പോൾ 2 വശവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അടുത്ത ബ്രെഡ് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ അല്പം ഒന്ന് എണ്ണ തടവിയ ശേഷം വേണം വെക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കൂടി തന്നാൽ വളരെ നന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്